ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു കിഡിലൻ പാൽപ്പായസം റെസിപ്പിയാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാം. എന്നാൽ ശരി, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: മട്ട ബ്രോക്കൺ റൈസ് 1/2 കപ്പ്, പാല് 1/2 ലിറ്റർ, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1/2 കപ്പ്, തുളസിയില ആവശ്യത്തിന്. ഈ കപ്പ് 120 മില്ലിയുടെ കപ്പാണ് കേട്ടോ. കുക്കറിലേക്ക് അളന്ന് വെച്ച 1/2 കപ്പ് മട്ട ബ്രോക്കൺ റൈസ് ആണ് ചേർത്തിട്ടുള്ളത്, അതായത് മട്ട അരിയുടെ പൊടിയരി. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അരി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ 1/4 കപ്പ് വരെ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പായസത്തിന് എപ്പോഴും അരി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് സെറ്റാണ്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചോറും പാലും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം മധുരത്തിനുള്ള പഞ്ചസാര മാത്രമാണ് ഇത്. അപ്പോൾ ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർക്കണം. ശേഷം പാലളന്ന് വെച്ച പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നന്നായി വെട്ടി തിളയ്ക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 to 20 മിനിറ്റ് വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. തുടർച്ചയായി ഇളക്കിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ മുകളിൽ പാട കെട്ടാതെയും ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തുളസിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി. ഇതുകൂടി ചേർത്താലേ പാൽപ്പായസത്തിൻ്റെ രുചി അങ്ങ് കറക്റ്റ് ആവുകയുള്ളൂ. താല്പര്യമെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പായസം റെഡിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന പായസമാണ് പാൽപ്പായസം. ഈ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 3 ഗ്ലാസ് പായസം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസിലൊന്ന് മാറ്റം വരുത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, യുവർ കമൻറ്റ്സ് ആർ വാല്യുബിൾ. സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം. എന്ന് ശരി, അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരേക്കും. ബൈ.